ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, അത് 90s കിഡ്സിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അഫ്കോഴ്സ് ഞാനും ഒരു 90s കിഡ്സ് ആണ്. അന്നത്തെ കാലത്തെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ടിവിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കാർട്ടൂണാണ് പോപ്പോയ്. ചീര കഴിച്ചു കഴിഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള ശക്തി വരുന്ന ഒരു തരം ഒരു കാർട്ടൂണിഷ് ക്യാരക്ടർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ സിനിമയിലുണ്ട് ഒരു പോപ്പോയ്. എന്നാൽ അന്ന് ഞങ്ങൾ കണ്ടതുപോലെയുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടർ അല്ല പോപ്പോയ്. ഇതിൽ ഒരു ആനയുടെ ശക്തിയുള്ള ഒരു മനുഷ്യൻ. അയാളുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ കണ്ണിൽ കാണുന്ന എല്ലാവരും വെട്ടിക്കൂട്ടിയിടുക, കൊന്നു കൊലവിളിക്കുക. സത്യം പറഞ്ഞാൽ ഒരു രാക്ഷസൻ, മോൺസ്റ്റർ. ഈ രാക്ഷസൻ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ 20 വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു വലിയ ഫാക്ടറിയുടെ ഉള്ളിലാണ്. ഇന്നേ വരെ ആ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോയ ഒരാളും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ ഈ കഥയിൽ വലിയ വിശ്വാസം ഇല്ലാതിരുന്ന ഒരു 5 പിള്ളേര് ഡോക്യുമെന്ററി എടുക്കാനായിട്ട് രാത്രിയിൽ ഈ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോവാണ്. പിന്നീട് അവർ അനുഭവിക്കേണ്ടി വന്നത് വളരെയധികം പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അതായത് ശരിക്കും ഒരു രാക്ഷസന്റെ മുന്നിൽ പെട്ടതുപോലെ തന്നെ ആയി പോവാണ്. അപ്പൊ ആ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പോകാം കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. അർദ്ധരാത്രി 20 വർഷമായി പൂട്ടിക്കിടക്കുന്ന ഒരു ക്യാൻ ഫാക്ടറി കാണിക്കുകയാണ്. അതായത് പാക്കറ്റ് ഫുഡുകൾ ഉണ്ടാക്കുന്ന ഒരു പഴയ ഫാക്ടറി. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ ഈ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് പകൽ പോലും ആരും വരാറില്ല. എന്നാൽ ഈ അർദ്ധരാത്രിയിൽ ഒരു പെൺകുട്ടി ഭയന്ന് വിറച്ച് ഇങ്ങോട്ടേക്ക് ഓടിക്കേറുകയാണ്. അതിന് കാരണമുണ്ട്. അവളുടെ പിന്നാലെ തന്നെ 2 ആളുകൾ അവളെ പിടിക്കാനും ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഭയത്തിലാണ് ഈ പെൺകുട്ടി ഫാക്ടറിയുടെ ഉള്ളിലേക്ക് വന്ന് കയറിയത്. എന്നാൽ പെൺകുട്ടിയെ പിടിക്കാൻ വന്ന ആ 2 പേരുണ്ടല്ലോ, അതിലൊരുത്തൻ അവരുടെ അണ്ണനോട് പറയണ്, അണ്ണാ ഇതിന്റെ ഉള്ളിലേക്ക് പോണ്ട, പ്രശ്നമാണ്, ഇവിടെ മറ്റേ ആ ഒരു പോപ്പോയുടെ പ്രേതമുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നത്. ഇത് കേട്ടപ്പോ അണ്ണൻ പറയാണ്, ഒന്ന് പോയടാ അവിടുന്ന്, 20 വർഷമായി ഒരു കെട്ടുകഥയും കൊണ്ട് നടക്കുന്നത്, മര്യാദക്ക് വാടാന്ന് പറഞ്ഞു അവനെയും വിളിച്ചുകൊണ്ട് ഫാക്ടറിയുടെ ഉള്ളിൽ പോവാണ്. ഇതേ നേരം തന്നെ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഭയന്ന് വിറച്ച് എവിടെ ഒളിക്കണം എന്നറിയാതെ പല ഭാഗത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഒരു ഭാഗത്തായിട്ട് ഒരു നിഴൽ രൂപം ഈ പെൺകുട്ടി കാണുന്നുണ്ട്. എന്നാൽ ആ നിഴൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ആരാണെന്ന്. നല്ല തടിച്ചുരുണ്ട കൈയും കാലും ഒക്കെ ആയിട്ടുള്ള വലിയ തലയായിട്ടുള്ള ആ രൂപം, അത് തന്നെയാണ് പോപ്പോയ്. പണ്ട് നമ്മൾ കഥകളിലൊക്കെ കേട്ടിരുന്നത് നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഈ കഥയിലെ പോപ്പോയ് അങ്ങനെയല്ല, ഒരു സ്ലാഷറാണ്. അതായത് മനുഷ്യരെ നിഷ്ഠൂരം വെട്ടിമുറിക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യൻ. ഇപ്പൊ ആ രൂപം കണ്ട് ഞെട്ടി വിറച്ച് ഈ പെൺകുട്ടി അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നേരത്തെ കണ്ട 2 പയ്യന്മാരുണ്ടല്ലോ, ഇവരുള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോഴും മറ്റു ചെറുക്കൻ പറയുന്നുണ്ട്, അണ്ണാ നമുക്ക് ഇവിടുന്ന് പോകാം, ഇത് വലിയ പ്രശ്നമാവും. എന്നാൽ അണ്ണൻ പറയുന്നത്, നീ ഒന്ന് പോയടാ അവിടെ നിന്ന്, നിനക്ക് പറ്റില്ലെങ്കിൽ നീ പൊയ്ക്കോ, ഇനിയിപ്പോ പാപ്പായി ആയാലും ആര് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയണം. അതുപോലെ തന്നെ അവിടെ ഒളിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നീട് അവളെ ഇവര് റേപ്പ് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ ഇതേ നേരം ഇവരുടെ അരികിലേക്ക് ഒരു സ്പിനാച്ചിന്റെ ക്യാൻ ഉരുണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഈ എണ്ണം പറയുന്നുണ്ട്, നീ ആരടാ ഒളിച്ചിരുന്നു ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നത്, ഇനി ആരായാലും എനിക്കൊരു തേങ്ങയില്ല, ഞാൻ നിനക്കൊരു അവസരം തരാം, ഒന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരിക, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ അടിയുടെ എണ്ണം കൂടും, ഇങ്ങോട്ടേക്ക് വന്നാൽ കുറച്ചേ നിനക്ക് കിട്ടുള്ളൂ. എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ടും ഇരുട്ടിൽ നിന്നും ആരും വരുന്നില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വരടാന്ന് പറഞ്ഞിട്ട് ഈ അണ്ണൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പോയതേ ഓർമ്മയുള്ളൂ, വണ്ണുള്ള 2 കൈകൾ വന്ന് അവന് ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. പിന്നെ കേൾക്കുന്നത് അണ്ണന്റെ ഒച്ചയും നിലവിളിയാണ്. പാവം അണ്ണൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അണ്ണന്റെ കൊടൽമാലയും പണ്ടോ ഇതൊക്കെ പുറത്തേക്ക് തെറിച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ട് പേടിച്ചു പോയ മറ്റേ പയ്യനുണ്ടല്ലോ, ആ ക്യാൻ എടുത്ത് ഈ പെണ്ണിന്റെ കഴുത്തിൽ വെച്ചിട്ട് പറയാണ്, ആരായാലും എന്റെ അടുത്തേക്ക് വന്ന് ഞാൻ ഇവളെ കൊല്ലുന്നു പറയാണ്. ഈ സമയത്ത് ഇരുട്ടിൽ നിന്നും ആ രൂപം പുറത്തേക്ക് വരികയാണ്. പോപ്പോയ് പുറത്തേക്ക് വന്ന പോപ്പോയ് ആദ്യം തന്നെ ഇവന്റെ കൈ പിടിച്ച് ഒരേറ്റ ഒട്ടിക്കലാണ് കേട്ടോ. ഇവൻ ഭയന്ന് വിറച്ചു പോയി. മാത്രമല്ല പോപ്പോയുടെ 2 കൈയും വെച്ച് ഇവന്റെ തലക്കിട്ട് ഒരേറ്റ അടിയാണ്. തണ്ണി മൊത്തം പൊട്ടുന്ന പോലെ തല പൊട്ടിത്തെറിച്ച് ആ ചോര ആ പെൺകുട്ടിയുടെ മുഖത്താവുകയാണ്. അവളാകെ പേടിച്ചു പോയി. പോപ്പോയി നോക്കിയിട്ട് പറയാണ്, നിങ്ങളൊരു മോൺസ്റ്റർ ആണ്. അപ്പൊ പോപ്പോയും പറയുന്നുണ്ട്, അതെ ഞാനൊരു രാക്ഷസൻ തന്നെയാണ്. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, പോപ്പോയ് ദ സ്ലേയർ മാൻ. ഇതിനുശേഷം ഒരു കോളേജ് കാണിക്കുകയാണ്. അവിടെ നിന്ന് ഒരു പയ്യനും ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നുണ്ട്. ആ പയ്യന്റെ പേരാണ് ഡെക്സ്റ്റർ. അവന്റെ കയ്യിൽ ക്യാമറയും അതുപോലെയുള്ള ചില എക്യുപ്മെന്റ്സ് ഉണ്ട്. പിന്നെ ആ ഒരു ലേഡിയുടെ പേര് ലിസ എന്നാണ്. ഈ ഡെക്സ്റ്ററിന് ഒരു ഡോക്യുമെന്ററി എടുക്കണം. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫാക്ടറി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ്. അതായത് നാട്ടുകാർ പറയുന്നത് അങ്ങോട്ടേക്ക് പോയ ഒരാളും ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. ഒരുപാട് പേടിപ്പെടുത്തുന്ന ഹൊറർ സ്റ്റോറികൾ നാട്ടുകാർ പറയുന്നുണ്ട്. ഡെക്സ്റ്റർ അപ്പൊ ഡോക്യുമെന്ററി ആക്കാൻ പോകുന്നത് ആ സ്ഥലത്തിനെ കുറിച്ചാണെന്ന് ലിസയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ലിസ ചോദിക്കുന്നുണ്ട്, എടാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണോ, ഇത് അപകടം പിടിച്ച പരിപാടിയല്ലേ. അപ്പൊ ഡെക്സ്റ്റർ പറയുന്നത്, എന്തായാലും നാട്ടുകാർ പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് നോക്കാം. അവിടെ പ്രേതമാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒളിച്ചിരുന്ന് ഒപ്പിക്കുന്നതാണോ, ഇതൊക്കെ നമുക്ക് നാളെ കണ്ടുപിടിക്കും. എനിക്കൊരു ടീം സെറ്റ് ആയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഒലീവിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വരികയാണ്. ഇവരുടെ കൂടെ ഫാക്ടറിയിലേക്ക് വരാനായിട്ട് ഒലീവിയ ഉണ്ട്. മാത്രമല്ല ഈ ഒലീവിയോട് ഡെക്സ്റ്ററിന് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇന്നേ അവർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മറ്റൊരു പയ്യൻ കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് പോയിട്ട് ലിസ സംസാരിക്കുന്നുണ്ട്. അവന്റെ പേര് സെത്ത് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ലേഡിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. അവളുടെ പേര് കാതി എന്നാണ്. അങ്ങനെ ഇവർ 5 പേരും കൂടിയിട്ടാണ് ആ ഒരു ഫാക്ടറിയിലേക്ക് പോയിട്ട് ഡോക്യുമെന്ററി എടുക്കാൻ പോകുന്നത്. ഇതേ നേരം തന്നെ ആ ഫാക്ടറി കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഒരു ലേഡി വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ബ്രോക്കർ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവരുടെ കൂടെ ഈ ഫാക്ടറിയുടെ ഓണർ ആയിട്ടുള്ള ബെർണി ഫിലിപ്പും ഉണ്ട്. ബെർണി ഫിലിപ്പിന് എങ്ങനെയെങ്കിലും ഈ ഒരു ഫാക്ടറി ഇപ്പൊ വിറ്റൊഴിവാക്കണം. അപ്പൊ ആ ഒരു ബ്രോക്കർ ലേഡി ചോദിക്കുന്നത്, അല്ല കഴിഞ്ഞ 20 വർഷമായിട്ട് ഇത് പൂട്ടിയിട്ടല്ലേ,
ഷോപ്പ് പൂട്ടിയിടാൻ കാരണം എന്താണ്? ഇപ്പൊ ബെർണി ഫിലിപ്പ് പറയാണ് അതൊന്നുമില്ല, ബിസിനസ് കുറഞ്ഞത് കൊണ്ടാണ് എന്നൊക്കെ ഇയാൾ നുണ പറയാണ്. എന്നാൽ ആ ബ്രോക്കർ ലേഡിക്ക് ഇതിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. നിങ്ങൾ വെറുതെ എന്നോട് നുണ പറയാനൊന്നും നോക്കണ്ട. അതായത് 20 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ഫാക്ടറിയിൽ എന്തോ ഒരു കണ്ടാമിനേഷൻ ഉണ്ടായി, ക്യാൻ ഫുഡിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി, അതേ തുടർന്നല്ലേ ഫാക്ടറി പൂട്ടിയത്. അതുപോലെ തന്നെ നാട്ടുകാരിൽ ചിലർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്, അതും ഞാൻ കേട്ടു. ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരു പ്രേതം, ഒരു ഗോസ്റ്റ്, അങ്ങനെ ഒരാൾ കൂടെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. ഇതേ നേരത്ത് തന്നെ ഈ ബെർണി ഫിലിപ്പ് പറയണത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം ഇവിടെ കണ്ടാമിനേഷൻ ഉണ്ടായിന്ന്, അതൊക്കെ വെറും തെറ്റാണെന്ന് കോടതിയിൽ വരെ ഞങ്ങൾ തെളിയിച്ചു. പിന്നെ ഒരു ഗോസ്റ്റ് മാൻ, അയാളുടെ കാര്യം അത് നാട്ടുകാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. എന്നാൽ ഈ കഥയിൽ ഈ ലേഡിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഇതേ നേരം തന്നെ അവിടെ ആരോ സ്മോക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്മെല്ല് വരാൻ തുടങ്ങി. അതായത് പോപ്പോയി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്മെല്ല് വരുമെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഈ ബ്രോക്കർ ലേഡി ആകെ ഞെട്ടുകയാണ്. ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ബെർണി ഫിലിപ്പ് പതിയെ അവിടുന്ന് ഉള്ളിലേക്ക് പോവാണ്. ഇതേ നേരം ആ ലേഡി ഒറ്റയ്ക്കാണ്. അവര് നോക്കുമ്പോൾ ചുറ്റും ആരൊക്കെയോ നടക്കുന്നുണ്ട്. അവരൊക്കെ ഭയന്നുപോയി. ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ അവിടെ പോയിട്ട് വിളിക്കുകയാണ് അവര്. ഇതേ നേരം തന്നെ വലിയൊരു രൂപം അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പതിയെ അങ്ങോട്ടേക്ക് വന്നു അവളെ പിടിക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് പേടിച്ച് കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫയൽ വരെ എറിഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ബെർണി ഫിലിപ്പും വരികയാണ്. ഇയാള് ചിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇപ്പൊ ഈ ലേഡിയുടെ അടുത്തേക്ക് വന്നത് പോപ്പോയി ഒന്നുമല്ല, ബെർണി ഫിലിപ്പിന്റെ സെക്യൂരിറ്റി ഗാർഡായിരുന്നു, ഒരു ആജാനുബാഹുവായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇപ്പൊ ബെർണി പറയാണ്, കണ്ടോ നിങ്ങൾ പേടിച്ചില്ലേ, ഇതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആരോ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്, അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്തായാലും അവനെ കണ്ടുപിടിച്ച് അവൻ ഇവിടുന്ന് ഒഴിവാക്കിക്കോളാം. അതിനുശേഷം എന്റെ ഈ ഒരു ഫാക്ടറി നിങ്ങൾ കച്ചവടമാക്കി തരുമല്ലോ. ഇപ്പൊ അവർ ലേഡി ഉണ്ടല്ലോ, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫയല് അതുപോലും എടുക്കാതെ അവിടുന്ന് പോവാണ്. എന്നിട്ട് പറയണ നിങ്ങളെല്ലാം ശരിയാക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പം വരാൻ കേട്ടോ. അവർ പിന്നീട് അവിടുന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. അതുപോലെ തന്നെ ബെർണി ഫിലിപ്പ് ആ ഒരു സെക്യൂരിറ്റിയോട് പറയാണ്, ഞാൻ വരുമ്പോഴേക്കും ആ ആളെ നീ പിടിച്ചിരിക്കണം, ഇവിടെ ക്ലീൻ ആക്കിയിരിക്കണം എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആ ഏരിയ മുഴുവനായിട്ട് മരിച്ച് പരിശോധിക്കാൻ തുടങ്ങുകയാണ്. എടാ ആരെങ്കിലും ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നോ. കഴിഞ്ഞ 20 വർഷമായിട്ട് വാടക പോലും കൊടുക്കാതെ നീ ഇവിടെ ഒളിച്ചിരിക്കാനല്ലേ, നിന്നെ ഞാനിന്ന് പൊക്കുവാടാ. ഇതും പറഞ്ഞ് ഓരോ റൂമിന്റെ കഥവും തുറന്ന് നോക്കുകയാണ്. അവസാനം ഇനിയിപ്പോ ഒരു റൂം കൂടെ ഉണ്ട്. നീ ഇപ്പൊ ഇവിടെയാണല്ലേ, ഞാൻ തുറക്കാം, ഇപ്പൊ തുറന്ന് കാണിക്കാം. ഇതും പറഞ്ഞ് ആ വാതിൽ ചവിട്ടി പൊളിക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ ഇന്നലെ രാത്രി പോപ്പോയി കൊന്ന 2 ആൾക്കാരുടെ ജഡമാണ് അവിടെ കിടക്കുന്നത്. ഇത് കണ്ട് ഈ സെക്യൂരിറ്റി ഗാർഡ് ഒന്ന് പതറി പോകുന്നുണ്ട്, പേടിച്ചുപോയി. ഇയാൾ അവിടുന്ന് തിരിഞ്ഞു ഓടുകയാണ്. ഓടുന്ന ഓട്ടത്തിൽ ഇയാളുടെ തൊട്ട് മുന്നിൽ പോപ്പായി വന്ന് നിൽക്കുകയാണ്. അപ്പൊ പാപ്പായെ നേരിട്ട് കണ്ടപ്പോൾ ഇയാളുടെ ഭയം കുറച്ചൊക്കെ പോയി. ഓഹോ, അപ്പൊ നീയാണല്ലേ ആള്, അപ്പൊ ശരിയാക്കി തരാം. ഒരു ഇരുമ്പിന്റെ റോഡ് എടുത്തുകൊണ്ട് നേരെ പോപ്പോയുടെ അടുത്തേക്ക് ചെന്ന് ഒരേറ്റ അടിയാ. എന്നാൽ അടി പോപ്പോയുടെ ദേഹത്ത് കൊള്ളുന്നൊന്നുമില്ല. അവന്റെ കൈ പോപ്പോയി ഒരു പിടുത്താണ്, നിലത്തേക്ക് ഒരേറ്റ ഏറാണ്. ഇവനൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. പോപ്പോയുടെ കാല് വെച്ച് ഇവന്റെ തലക്കിട്ട് ഒരു ചവിട്ടാണ്. തല ഒരേറ്റ പൊട്ടലാണ്. ഒരു ആനയുടെ ശക്തിയാണ് ഈ മനുഷ്യന്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയത്, ആരാണ് ഈ പോപ്പോയി എന്നൊന്നും അറിയില്ല. എന്നാൽ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ പിള്ളേർ അറിയുന്നു. ഇതൊന്നും അറിയാതെയാണ് ഇന്ന് രാത്രി ഡോക്യുമെന്ററി എടുക്കാനായിട്ട് പിള്ളേർ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഡെക്സ്റ്റർ അതുപോലെ ഒലിവിയ ഇവര് രണ്ടുപേരും കാദി എന്ന് പറഞ്ഞ ഇവരുടെ ടീമിൽ ചേരാൻ പോകുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് പോകണം. അവളിപ്പോ ജോലി ചെയ്യുന്നത് ഒരു ബാറിലാണ്. അപ്പൊ അവളെ കണ്ടൊന്ന് സംസാരിക്കാനായിട്ട് ആ രാത്രി തന്നെ വന്നിരിക്കുകയാണ്. എന്നാൽ ബാറിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇപ്പൊ ഒലിവിയ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. കാദിയുടെ കയ്യിൽ നല്ല റെഡ്നെസ്, അതായത് ആരും ഇറക്കി പിടിച്ച പാട്. ഒലിവിയ അത് കണ്ടു എന്ന് മനസ്സിലായി. അപ്പൊ തന്നെ കാദി അത് മറച്ചു പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ടിപ്പോ നമ്മുടെ ഡെസ്റ്ററിനോട് പറയുന്നത്, എടാ നിനക്ക് എന്താണ് ആ ഒരു കെട്ടുകഥയിൽ ഇത്ര വിശ്വാസം, ഒരു പോപ്പോയും അതുപോലെ തന്നെ ഒരു ഫാക്ടറിയും ഗോസ്റ്റും, എന്താണ് നിനക്ക് ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ആ ബാറിൽ അപ്പോഴും ഉണ്ടായിരുന്ന നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു കള്ളുകൂടി ഇയാൾ പറയാണ്, കെട്ടുകഥയോ പാപ്പോയോ മക്കളെ, നിങ്ങൾക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ. അപ്പോ ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന കുറച്ച് പഴയ ആളാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 20 വർഷമായിട്ട് ആ ഫാക്ടറി കൺട്രോൾ ചെയ്യുന്നത് അവനാണ്, പോപ്പോയ് സെയിലർ മാൻ. അവൻ ആർക്കോ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് അവന്റെ കാമുകി, അവന്റെ പ്രണയിനിക്ക് വേണ്ടിയാണെന്നാ. എന്നാൽ അതിലൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അവനൊരു ഗോസ്റ്റ് ആണ്. പോയി ചെന്ന് ചാടാൻ നിൽക്കണ്ടെന്ന് പറയാണ്. എന്നാൽ ഒരു കള്ളുകൂടിയും പറയാണ്, ഇതിന് വലിയ കാര്യമൊക്കെ ഒന്നും എടുക്കുന്നില്ല ഇവര്. നമുക്ക് എന്തായാലും രാത്രി അങ്ങോട്ടേക്ക് പോകാന്ന് ക്യാദിപ്പോ ഇവരോട് പറയണം. ഇതേ സമയത്ത് തന്നെ ഒരു 3 പയ്യന്മാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഒരു തണ്ടുള്ള പയ്യന്മാരാണ്. അപ്പൊ ആ കൂട്ടത്തിലെ മെയിൻ ആണ് ജോയ്. ഈ ജോയ് ആണ് ക്യാദിയുടെ ബോയ് ഫ്രണ്ട്. ആള് ഒരല്പം റൗഡിത്തരം കയ്യിലുള്ള ആളാണ്. ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്യാദിയുടെ കയ്യിൽ ആ ഒരു ചുവന്ന പാട് വന്നതെന്ന്. എന്തായാലും ബാറിലേക്ക് വന്ന പാട് തന്നെ ജോയ് ക്യാദിയുടെ അടുത്തേക്ക് പോകണം. അവന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പയ്യന്മാര്, ഇവിടെ ഉണ്ടായിരുന്ന ഒലീവിയ ഉണ്ടല്ലോ, അവൾ ഒരുമാതിരി ഒരു വൃത്തിയായിട്ട രീതിയിൽ നോക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ക്യാദി ഇപ്പൊ ജോയിയോട് പറയണം, ദയവ് ചെയ്തിട്ട് അവരോടൊന്ന് പുറത്തു പോകാൻ പറ. ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഒരു ഫാക്ടറിയിലേക്ക് ഇന്നൊരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി പോവാണ്, ഒന്ന് അവരോട് പോകാൻ പറ, ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയാം. എന്നാൽ ഇത് കേട്ട ജോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ ആരടി, എപ്പൊ തുടങ്ങി പുതിയ ഈ ശീലൊക്കെ? ഞാനല്ലാത്ത വേറൊരു പയ്യന്റെ കൂടെ അങ്ങോട്ടേക്ക് പോയിട്ട് എന്താ നിന്റെ പരിപാടി? അവളെ മോശമാക്കി സംസാരിക്കുകയാണ്. ഇതേ നേരത്തെ തന്നെ ക്യാദി പറയുന്നുണ്ട്, അവൻ എനിക്ക് സഹോദരനെ പോലെയാണ്, നീ വെറുതെ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. ഇതേ നേരത്ത് തന്നെ നമ്മുടെ ഡെക്സ്റ്ററിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ഷോൾഡറിലൊന്ന് ഇറുക്കി പിടിച്ചിട്ട് പറയാണ്, അവളെ കൂടെ കൊണ്ടുപോയിക്കുക, പക്ഷേ വേണ്ടാത്തത് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടി എന്ന് പറയണം. അതുപോലെ തന്നെ ക്യാദിയുടെ കയ്യിൽ ഇറുക്കി പിടിച്ച് അവളോട് മോശമായിട്ട് സംസാരിക്കുകയാണ്. നോക്കി കണ്ടൊക്കെ പോയാൽ മതി, എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയും, തല്ലെന്ന് പറഞ്ഞാൽ ഞാൻ
ഞാൻ തല്ലു എന്ന് തന്നെ പറയാണ്. വളരെ മോശം സ്വഭാവമാണ് അവൻ്റെത്. ക്യാദിയുടെ കൂട്ടുകാർക്ക് ഇതെല്ലാം നോക്കി നിൽക്കല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും അവനോട് മുട്ടാനൊന്നും നമ്മുടെ ഡെക്സ്റ്റർക്ക് പറ്റില്ല. അങ്ങനെ അവര് നേരം വെളുക്കാൻ നേരത്ത് ഫാക്ടറിയിലേക്ക് പോവുകയാണ്. ഡെക്സ്റ്ററും ഒലീവിയയും അതുപോലെ തന്നെ നേരത്തെ കണ്ട ക്യാദിയും പിന്നെ ഇന്നലെ ഇവരുടെ ടീമിലുണ്ടായിരുന്ന ലിസ അതുപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു സെത്തും. ഇവർ 5 പേരും ഇപ്പൊ അവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയില്ല, ഒലീവിയയുടെ ഉള്ളിൽ ചെറിയൊരു പേടി പോലെ. അവളിപ്പോ ആ ഒരു ഫാക്ടറിയുടെ ചുറ്റുഭാഗം അങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ മുകളിൽ ഒരു ജനാല കാണുന്നുണ്ട്. അതിന്റെ അപ്പുറത്തായിട്ട് ഒരു ചെറിയ രൂപത്തെ അവൾ കാണുന്നുണ്ട്. അത് കണ്ട് അവൾ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതായത് ആ രൂപം ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ. അവളിങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഡെക്സ്റ്റർ ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? അവളിപ്പോ ആ ഒരു വിൻഡോയുടെ ഭാഗത്തേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും വാ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോവാന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ എടുത്ത് ഡോറ് തുറക്കാൻ നോക്കുന്ന സമയത്ത് തുറക്കുന്നില്ല. അപ്പൊ കാര്യം എന്താ ചോദിച്ചപ്പോ പൂട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഫാക്ടറിയുടെ ഓണേഴ്സ് പഴയ പൂട്ടുണ്ടല്ലോ അതിന്റെ കള്ളത്താക്കോലായിരുന്നു ഡെക്സ്റ്ററിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒലീവി ചോദിക്കുകയാണ്, ആരുടെങ്കിലും ഒരു പിന്നുണ്ടാവുമോ? നോക്കുമ്പോൾ ലിസയുടെ കയ്യിൽ ഒരു പിന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ പിന്ന് മേടിച്ചുകൊണ്ട് പൂട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒലീവിയെ തുറക്കുകയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതെങ്ങനെ ചെയ്തേ? ഇപ്പൊ ഒലീവിയ പറയാണ്, അപ്പം തിന്നാ മതി, കുഴി എണ്ണാൻ നിൽക്കണ്ട, വാ ഉള്ളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടി നേരെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ നേരത്ത് തന്നെ ക്യാദി ഉണ്ടല്ലോ അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് ജോയ്, ആ പ്രാന്ത് പിടിച്ചവനിപ്പോ ക്യാദിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫോൺ എടുക്കാനും സംസാരിക്കാനും ക്യാദിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ഫോൺ സൈലന്റ് ആക്കി വെക്കാണ്. ഇപ്പൊ ജോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഓൾറെഡി ഒരു സൈക്കോ ആണല്ലോ. അപ്പൊ അവനിങ്ങനെ ഒരു ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരൻ ഒരു മുട്ട പറയാണ്, എടാ അവള് നിന്നെ വെറുതെ കോമാളിയാക്കുകയാണ്. വെറുതെ ഒന്നുമല്ല അവൾ അങ്ങോട്ടേക്ക് പോയത്. അവള് പോയത് എന്തിനാണെന്ന് ഞാൻ പറയണ്ടല്ലോ. നിനക്കിട്ട് നന്നായിട്ട് അവള് പണിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജോയെ ഈ മുട്ട ഇങ്ങനെ കയറ്റി വിടുകയാണ്. നമുക്ക് എന്തായാലും ഇന്ന് രാത്രി അങ്ങോട്ടേക്ക് ചെന്നിട്ട് എല്ലാത്തിനും അടിച്ച് നിരപ്പാക്കിയിട്ട് വരാന്ന് ഈ മുട്ട പറയുന്നുണ്ട്. എന്നാൽ അവന്റെ മറ്റേ കൂട്ടുകാരൻ പറയുന്നത്, എടാ വേണ്ട അങ്ങോട്ടേക്ക് പോകണ്ട, അവിടെ ഒരു പ്രേതം നമുക്ക് പോയാൽ പണി കിട്ടും എന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ കള്ളുകൂടിയനുണ്ടല്ലോ ഇയാള് പറയാണ്, പ്രേതോ? അത് പ്രേതൊന്നുമല്ല മക്കളെ, അതുക്കും മേലെ മറ്റൊരു സാധനമാണ്, ചെന്നങ്ങോട്ട് ചാടി കൊടുക്കണ്ട കേട്ടോ, സൂക്ഷിച്ചോ എന്ന് പറയാണ്. ഇതൊന്നും ആ ഒരു മുട്ട വലിയ കാര്യമാക്കാതെ, ജോയ് നീ ഇതൊന്നും നോക്കണ്ട, നമുക്ക് ഇന്ന് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് എല്ലാത്തിനും കയ്യോടെ പൊക്കണം എന്ന് പറയണം. ഇതിനുശേഷം ആ ഒരു ഫാക്ടറിയുടെ ഉൾഭാഗം കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇവർ 5 പേര് എത്തിയിട്ടുണ്ട്. ഇവരുടെ സാധനങ്ങളൊക്കെ ഇപ്പൊ തൽക്കാലം എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ, അങ്ങനെ ഒരു സ്ഥലത്ത് സാധനങ്ങളെല്ലാം വെക്കുകയാണ്. ഈ ഫാക്ടറി അതിന്റെ ചുറ്റുപാടും ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല അറിയുന്ന ഒരാളാണ് ക്യാദി. അതുകൊണ്ടാണ് അവളെ കൂടെ കൂട്ടിയത്. ഇപ്പൊ ക്യാദി പറയാണ്, 20 വർഷം മുന്നെയാണ് ശരിക്കും ഈ ഒരു ഫാക്ടറി പൂട്ടിയിട്ടത്. അതിനു മുന്നേ 10-70 വർഷത്തിന് മുകളിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫാക്ടറിയുടെ ചുറ്റുമുള്ള ഒരു 5-6 ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് ഒരു സ്ഥിരം തൊഴിൽ തന്നെയായിരുന്നു ഈ ഒരു ഫാക്ടറി എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വരുമാനം തന്നെയാണ് ഈ ഒരു ഫാക്ടറിയും ഇവിടുത്തെ ജോലി. ഇപ്പൊ ഇതാ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായി, നാട്ടുകാർക്കൊന്നും ജോലി ഇല്ലാതെയായി. ഈ നേരത്തെ ഡെക്സ്റ്റർ പറയാണ്, എന്തായാലും നമുക്ക് ഇനി ഒരു ഫാക്ടറി മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ 2 ടീമായിട്ട് പോകണം. ഒരാൾ ഇവിടെ ഇരുന്നിട്ട് CCTV പല ഭാഗത്തും വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും വിഷ്വൽസ് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ CCTVയിലൂടെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ തരണം എന്ന് പറയണം. അപ്പൊ അതാരാ ചെയ്ത് ചോദിച്ചപ്പോൾ ക്യാദി പറയാണ്, അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ 2 ടീമായിട്ട് പോയിക്കാന്ന് പറയണം. ഇപ്പൊ 2 ടീമായിട്ട് തിരിയാണ്. ആരൊക്കെയായിരിക്കും ടീം? ഒരു ടീമിൽ ലിസ അതുപോലെ തന്നെ സെത്ത്, മറ്റേ ടീമിൽ നമ്മുടെ ഡെക്സ്റ്ററും അതുപോലെ തന്നെ ഒലീവിയും. അങ്ങനെ 2 ടീമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിൽക്കുന്ന സമയത്ത് ഡെക്സ്റ്റർ ഇപ്പോൾ സെത്തിനോടൊരു കാര്യം പറയുന്നുണ്ട്, മോനെ ഫാക്ടറി മാത്രം നോക്കിയാൽ മതി, കൂടെ കൊണ്ടുവന്ന് പെണ്ണിനെ നോക്കാൻ നിൽക്കേണ്ടതാണ്. ഇതും പറഞ്ഞ് അവർ ഫാക്ടറിയുടെ പല ഭാഗത്തേക്കും പോവാണ്. എന്നാൽ സെത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് നല്ല ഒരു പ്ലേ ബോയ് ടൈപ്പാണ് കേട്ടോ. അവസരം കിട്ടിയ മച്ചാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയണ്ടല്ലോ. അവൻ ശരിക്കും ഫാക്ടറി കാണാനൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നത്, ഇതുപോലെ നൈസായിട്ട് അവളെ ഒതുക്കത്തിൽ കിട്ടാൻ തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. അവരുടെ ആ ഒരു പരിപാടിയിലേക്ക് കടക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് ഒരു ടിൻ ക്യാൻ ഉരുണ്ട് വരുന്നുണ്ട്. അത് എടുത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അത് നാറുകയാണ് കേട്ടോ. ഇതിനുള്ളിൽ ഫുഡ് ആരോ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ആരാണ് ഇങ്ങനെ നാർന്ന ഫുഡൊക്കെ കഴിക്കുക? എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കേണ്ട, എന്തോ ഒരു അപകടം മണക്കുന്നത് പറഞ്ഞിട്ട് സെത്തിപ്പോ ലിസയും കൂട്ടി ഇവിടുന്ന് പോവാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ പുകച്ചുകൊണ്ട് തന്നെ ഇരുട്ടിൽ നിന്നും ഒരാൾ വരുന്നുണ്ട്. മറ്റാരുമല്ല, പോപ്പോയ്. ഇത്രയും നേരം അവരുടെ കൂടെ ഈ റൂമിൽ പോപ്പോയ് ഉണ്ടായിരുന്നു. എന്നാൽ അവരെ പോപ്പോയ് ഉപദ്രവിക്കാൻ ഇപ്പൊ നിൽക്കുന്നില്ല. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ലിസയും അതുപോലെ തന്നെ ഡെക്സ്റ്ററിനെയും കാണിക്കുകയാണ്. അവരങ്ങനെ ആ ഒരു ഫാക്ടറിയുടെ ചുറ്റുഭാഗം നോക്കി അങ്ങനെ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്നറിയില്ല ഒലീവിയയ്ക്ക് വല്ലാണ്ട് പേടിയാവാന്ന്. അപ്പൊ ഡെക്സ്റ്റർ പറയണം, നീ പേടിക്കേണ്ട, കൂടെ ഞാനുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് CCTV നോക്കി അവൾ പറഞ്ഞു തന്നോളും. അതായത് ക്യാത്തിയുടെ കാര്യം പറയുന്നത്. എന്നാൽ ക്യാതി ആണെങ്കിൽ അവളുടെ മുന്നിൽ വെച്ച് ആ ഒരു മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാതെ അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ജോയിയുടെ മെസ്സേജ് ആണ് നോക്കുന്നത്. അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു ക്യാതി. എന്നാൽ അതേ നേരം അവളുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആ മോണിറ്ററിലൂടെ പോപ്പോയി നടന്നു പോകുന്നുണ്ട്. അതായത് ഒലീവിയും ഡെക്സ്റ്ററും പോയ ആ ഭാഗത്തേക്ക്. അത് ക്യാതി കണ്ടിട്ടില്ലായിരുന്നു. ഇതേ നേരം തന്നെ ഫാക്ടറിയുടെ പുറത്ത് ഫാക്ടറിയുടെ ഓണർ ആയിട്ടുള്ള ബെർണി ഫിലിപ്പ് ഒരു ബ്രോക്കറെ ഇത് വിൽക്കാൻ ഏൽപ്പിച്ചില്ലേ, ഒരു ലേഡി. അവരിപ്പോ ഈ സമയത്ത് ഈ ഫാക്ടറിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി ആ ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പേടിയുണ്ട്, എന്നാൽ ആ ഫയൽ മിസ്സാക്കാൻ പറ്റില്ല. അപ്പൊ അത് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയോ ഫാക്ടറിയുടെ ഉള്ളിൽ കയറിയിട്ട് മറ്റേ ഒരു ബോഡി ഗാർഡിനെ വിളിക്കുന്നുണ്ട്, നീ എവിടെ പോയി കെടുക്കട, ഒന്ന് ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞിട്ട് ഭയത്തിൽ അതിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തൊട്ട് മുന്നിൽ തന്നെ ഒരു കാര്യം കണ്ട് ഈ ഒരു ബ്രോക്കർ ലേഡി ഞെട്ടിപ്പോവാണ് കേട്ടോ. അതായത് ഇവര് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബോഡി ഗാർഡ് ഉണ്ടല്ലോ, ഇയാളുടെ തലയും പൊട്ടി നിലത്ത് മട്ടയായി കിടക്കുന്നുണ്ട്. ഇത് കണ്ട് ഈ ലേഡി പേടിച്ചോടാൻ നിൽക്കുമ്പോൾ അവളുടെ തൊട്ട് പിന്നിൽ തന്നെ പോപ്പോയി, എന്റെ വീട് നീ വിൽക്കുവല്ലേ, അതൊന്നും എനിക്ക് കാണണല്ലോ എന്ന് പറയണം. എന്തായാലും പോപ്പോയെ കണ്ട പാട് തന്നെ ഈ ലേഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. എന്നാൽ എങ്ങോട്ട് ഓടിയാലും അവരുടെ മുന്നിൽ പോപ്പോ
പോപ്പോയ് വന്ന് നിൽക്കുകയാണ്. കാരണം 20 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളെ പോപ്പോയ്. അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ മുക്കും മൂലയെല്ലാം പോപ്പോയ്ക്ക് അറിയാം. എന്തായാലും ആ ലേഡി ഇപ്പോൾ ഒരു റൂമിൽ കയറി ഒളിച്ച് വാതിലടക്കാണ്. എന്നാൽ അവരുടെ മുടി മാത്രം ഒരു ഇച്ചിരി പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ആ മുടിയിൽ ഇപ്പോൾ പോപ്പോയ് പിടിക്കുകയാണ്. നീ എന്റെ വീട് വിൽക്കുമല്ലേ? ഇതും പറഞ്ഞ് ആ മുടി പിടിച്ച് ഒരേറ്റ വലിയാണ് കേട്ടോ. അവരുടെ തലയും തലയുടെ ഒരു ഭാഗത്ത് ഇറച്ചിയും കൂടെ പുറത്തേക്ക് ചാടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വാതിൽ തല്ലി പൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി ആ ലേഡി എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രഷർ മെഷീൻ ഉണ്ട്, അതിന്റെ ഉള്ളിൽ കൊണ്ടിടുകയാണ്. അവരുടെ എല്ലും തോലും ചോരയെല്ലാം വേറെ വേറെ ആവുകയാണ്. ഈ ഒരു ഭാഗത്ത് വെച്ച് പോപ്പോയ് മനുഷ്യനെ കൊണ്ട് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ ടീംസ് ഇവിടെ ഡോക്യുമെന്ററി എടുത്ത് നടക്കുകയാണ്. എന്തായാലും മുകളിലെ ഒരു റൂമിലേക്ക് ഡെക്സ്റ്ററും അതുപോലെ തന്നെ ഒലിവിയ എത്തിയിട്ടുണ്ട്. അവിടെ കുറേയധികം ഫയലുകൾ ഉണ്ടായിരുന്നു. എല്ലാം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ അവരതങ്ങനെ നോക്കി അവിടെ ഇടുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ഷെൽഫ് മാത്രം ലോക്കായി കിടക്കാം. അത് ലോക്കാക്കി വെക്കണമെങ്കിൽ കാര്യമായിട്ട് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് തുറക്കാനായിട്ട് ഈ ഒലിവിയ കയ്യിലുണ്ടായിരുന്ന പിന്നെടുക്കുകയാണ്. അവൾ എളുപ്പത്തിൽ അത് തുറക്കുന്നുണ്ട്. അപ്പൊ ഡെക്സ്റ്റർ ചോദിക്കുന്നുണ്ട്, ഒലിവിയ നീ ഇതെങ്ങനെ ശരിക്കും പഠിച്ചത്? എടാ ഈ നേരത്തെ ഇതാണോ ഇത്ര വലിയ കാര്യം? നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ എന്താ നോക്കാന്ന് പറഞ്ഞിട്ട് ഷെൽഫ് തുറക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഫാക്ടറിയുടെ പുറത്ത് മറ്റൊരു കാർ വന്ന് നിൽക്കുകയാണ്. അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പൊ ആ ഒരു കാറിൽ വന്നിറങ്ങിയത് മറ്റാരുമല്ല, ക്യാദിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആ സൈക്കോ ഉണ്ടല്ലോ, ജോയും അവന്റെ 2 അലമ്പ് കൂട്ടുകാരുമാണ്. എന്നാൽ കൂട്ടത്തിൽ മുടി നീട്ടി വളർത്തിയ ഒരു പയ്യനുണ്ടല്ലോ, അവൻ ഇപ്പോഴും ഇതിനുള്ളിൽ പ്രേതമുണ്ട് അല്ലെങ്കിൽ ഭൂതമുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവൻ ഈ ഫാക്ടറിയിലേക്ക് കിടക്കുന്നില്ല. എനിക്ക് പേടിയാന്ന് പറയണം. ഈ സമയത്ത് ആ ഒരു മൊട്ട അവന്റെ കയ്യിൽ ഒരു തൂക്ക് കൊടുത്തിട്ട് പറയണം, ഇനിയിപ്പോ പ്രേതായാലും ഭൂതായാലും എന്ത് നിന്റെ മുന്നിൽ വന്നാലും പൊട്ടിച്ചോ എന്ന് പറയണം. ഇപ്പൊ മൊട്ട പറയണ, ജോയ് നമുക്ക് എന്തായാലും ഫാക്ടറിയുടെ ഉള്ളിൽ കയറി നോക്കാം. നിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ ക്യാദി, അതുപോലെ തന്നെ മറ്റേ പയ്യൻ, 2 എണ്ണത്തിനും ഇന്ന് നമുക്ക് കയ്യോടെ പൊക്കാന്ന് പറയണം. വളരെ ഡേറ്റി മൈൻഡിലാണ് ഇവർ വന്നിരിക്കുന്നത് ഇങ്ങോട്ട്. അതായത് ക്യാദി ഓൾറെഡി പറഞ്ഞു എന്റെ ഒരു സഹോദരനെ പോലെയാണ് ഡെക്സ്റ്റർ എന്ന്. എന്നാൽ ഈ സൈക്കോയ്ക്ക് അത് മനസ്സിലാവണ്ടേ. ഇതേ നേരം ഉള്ളിൽ പുതിയൊരു ഷെൽഫ് തുറന്നപ്പോൾ അതിനുള്ളിൽ നിന്നും ചില ഫയൽസ് കിട്ടിയല്ലോ. ഡെക്സ്റ്റർ അത് മുഴുവൻ പരിശോധിക്കുകയാണ്. അത് മുഴുവനായിട്ടും ഡെക്സ്റ്റർ വായിച്ചു നോക്കിയപ്പോഴാണ് ചില കാര്യങ്ങൾ ഡെക്സ്റ്ററിന് മനസ്സിലാവുന്നത്. ഇന്ന് വരെ ഈ നാട്ടുകാരും അറിയാതിരുന്ന ചില രഹസ്യങ്ങൾ അതിപ്പോ ഒലീവിയയ്ക്ക് ഡെക്സ്റ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഫാക്ടറിയിൽ ബിസിനസ് ഇല്ലാത്തത് കൊണ്ടല്ല ഇത് അടച്ചു പൂട്ടിയത്. 20 വർഷം മുന്നേ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഈ ഫാക്ടറി മുന്നോട്ടേക്ക് പോയിരുന്നത്. ആ സമയത്ത് കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരുന്ന സ്പൈനാച്ച് പാക്കറ്റ് ഫുഡ്, ഒരു ടിൻ ഫുഡാണ്. അതിന്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് അതുണ്ടാക്കുന്ന മെഷീനറീസ് ഒക്കെ ഇവർ മാറ്റി വളരെ ലോക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു. സോ വളരെ ലോക്കൽ ആയിട്ടുള്ള ആ ഒരു മെഷീനറീസ് ആയതുകൊണ്ട് തന്നെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലെല്ലാം വളരെ കണ്ടാമിനേഷൻ, അതായത് വൃത്തികെട്ട ഓരോ സാധനങ്ങൾ മിക്സ് ആവാൻ തുടങ്ങി. ലാഭം മാത്രം നോക്കി നിന്ന കമ്പനിക്കാർ ഇതൊന്നും നോക്കിയില്ല കേട്ടോ. അവര് പിന്നീട് ഫുഡെല്ലാം ഉണ്ടാക്കി വിറ്റു. കുറെ പേർക്ക് കണ്ടാമിനേഷൻ വന്നു, പ്രശ്നങ്ങൾ വന്നു. എന്നാൽ പണം കൊടുത്ത് അതിനെല്ലാത്തിനും ഒതുക്കി. പക്ഷേ ഫാക്ടറി എന്തായാലും അടച്ചു പൂട്ടണം. പക്ഷേ അത് ഈ കണ്ടാമിനേഷന്റെ പേരിലാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറസ്റ്റ് വരെ ഉണ്ടായേക്കാം. അപ്പൊ ഇതിന്റെ മുതലാളിമാർ എന്താക്കി, ഈ ഡോക്യുമെന്റ്സ് മുഴുവനായിട്ട് മറച്ചു വെച്ച് ഇവിടെ കച്ചവടം ഇല്ലാത്തത് കൊണ്ടാണ് ഫാക്ടറി പൂട്ടുന്നതെന്ന് വരുത്തി തീർത്ത് അങ്ങനെയാണ് ഈ ഫാക്ടറി പൂട്ടിയിട്ടത്. ഈ സമയത്ത് നമ്മുടെ ഡെക്സ്റ്റർ പറയുന്നുണ്ട്, അതായത് നാട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ച് നിർത്തിയത് ഇവിടെയുള്ള ഈ ഫാക്ടറിയുടെ ഓണേഴ്സ് തന്നെയാണ്. ഇവിടെ പ്രേതമുണ്ട് ഭൂതമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ആരും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട്. എന്തായാലും ഈ കഥ മുഴുവൻ ഞാൻ എല്ലാവരും അറിയിക്കും. ഇവിടുത്തെ എല്ലാ രഹസ്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒലീവിയ ഡെക്സ്റ്ററിനെ തന്നെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്തോ 2 പേർക്കിടയിൽ ഒരു പ്രണയം ആ ഒരു സമയത്ത് വന്നതുപോലെ, എല്ലാം റൊമാൻറ്റിക് മൂഡ്. അപ്പൊ 2 പേരും ഒന്ന് കിസ് ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് സെത്തും അതുപോലെ തന്നെ ലിസയും വരികയാണ്. ഇതാണല്ലേ പരിപാടി, ഫാക്ടറി ഡോക്യുമെന്ററി ഇതൊക്കെ പറഞ്ഞിട്ട് ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഓക്കെ. പക്ഷെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ. എന്തായാലും ഫണ്ണി ആയിട്ട് ഇവരങ്ങനെ സംസാരിക്കുകയാണ്. ഇതേ നേരം തന്നെ നന്നായിട്ട് പുക വരുന്നത് പോലെ ഒരു സ്മെല്ല്. അപ്പൊ ആ ഒരു സ്മെല്ല് ഫോളോ ചെയ്തുകൊണ്ട് ഇവരങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു വലിയ ഹാളിലേക്ക് എത്തുകയാണ്. ആ ഹാളിന്റെ ചുമരിലായിട്ട് എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെ പുകയുടെ മണം നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അവനുണ്ടാവും, സെയിലർമാൻ ഉണ്ടാവും. സെയിലർമാൻ എന്ന് വെച്ചാൽ പോപ്പോയെ കുറിച്ചായി പറയുന്നത്. അതുപോലെ തന്നെ അവനെ കണ്ടാൽ ഒരിക്കലും പേടിക്കാൻ പാടില്ല. പിന്നെ അവന്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് സ്പിനാച്ച് ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവൻ ആനയെ പോലെ ബലമുള്ളവനാവും. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒലീവിയ ചിരിക്കുകയാണ്. ഓഹോ, ഇവനായിരുന്നല്ലേ. ഇതിനെയാണോ ആൾക്കാർ പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞിരുന്നത്? എന്തായാലും നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട് എന്ന് ഡെക്സ്റ്റർ പറയാണ്. ഇവരുടെ കയ്യിൽ ചെറിയ ചെറിയ ക്യാമറകൾ ഉണ്ടല്ലോ, അതിലൊരെണ്ണം അവിടെ ഫിക്സ് ആവാണ്. ഇതിലൂടെ എങ്ങാനും പോപ്പോയി പോയാൽ നമുക്ക് പിടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ക്യാദിയോട് പറയുന്നുണ്ട്, പുതിയൊരു ക്യാമറയും കൂടെ വെച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് നന്നായിട്ട് നോക്കണേന്ന് പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ക്യാദി അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് ബാഗ് വെച്ച ഭാഗത്തേക്ക് അവൾ പോയി. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഇരുന്ന ചെയറിൽ ആരിയ്ക്കുകയാണ്? പോപ്പോയിരിക്കുകയാണ്. എന്തായിരിക്കും പിന്നെ ഉണ്ടാവുക? ഒരൊറ്റ കൂക്കലും ഒരു കാറിലും പിന്നെ ഒരു ഓട്ടോ. അത് തന്നെ ക്യാദി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. ഓടുന്ന നേരത്ത് അവൾ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, സെയിലർമാൻ അത് സത്യമാണ്, അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓടുന്ന നേരത്ത് ഒരാളുടെ ദേഹത്ത് പോയി ഒരൊറ്റ തട്ടലാണ് കേട്ടോ. അവൾ ആകെ പേടിച്ചു പോയി. നോക്കുമ്പോൾ ജോയി ആയിരുന്നു. ജോയിയെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമാണ്. അപ്പൊ തന്നെ ജോയിയോട് പറയുന്നുണ്ട്, ജോയ് ഇവിടെ ഒരു ഭൂതമുണ്ട്, ഞാൻ നേരിട്ട് കണ്ടതാണ് ആ സെയിലർമാനെ. ഇപ്പൊ ജോയി ഒരു പുച്ഛത്തോടു കൂടി അവളെ നോക്കിയിട്ട്, നിന്റെ അടവൊക്കെ അവിടെ വെച്ചേക്ക്, കയ്യോടെ പൊക്കുന്നു കണ്ടപ്പോ ഒരു നാടകം കളിക്കുകയാണല്ലേ. ഈ നേരത്ത് ക്യാദി പറയുന്നുണ്ട്, ഇല്ലടാ നുണ പറയല്ല, ഞാൻ നേരിട്ട് കണ്ടതാണ്. എവിടെ, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവര് 3 പേരും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ദാണ്ടെ അവരുടെ മുന്നിൽ വന്ന് നിൽക്കാണ് പോപ്പോയ്, അതായത് സെയിലർമാൻ. എന്നാൽ ഈ പോപ്പോയെ നേരിട്ട് കണ്ട സമയത്ത് ഇവർക്ക് ഭയമല്ല തോന്നുന്നത്. ഇവർ 3 പേരും ചിരിക്കാൻ തുടങ്ങണം. ഇതെന്തത് കോമാളിയോ? നിങ്ങൾ ആരാ? കയ്യിലെന്താ വല്ല
ബലൂണും കെട്ടി വെച്ചിട്ടുണ്ടോ, വെറുതെ ഇവിടെ കിടന്ന് ഷോ ഇറക്കാൻ നിൽക്കണ്ട, മര്യാദക്ക് പൊയ്ക്കാന്ന് പറയണം. ഇതിങ്ങനെ പറഞ്ഞിട്ട് പോപ്പോയ്ക്ക് യാതൊരു അനുകൂല. അപ്പൊ ആ ഒരു മുട്ടയുണ്ടല്ലോ, അവന് ദേഷ്യം വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് പോപ്പോയുടെ ഷോൾഡറിൽ ഒറ്റ കുത്താണ്. പോപ്പോയി അനങ്ങുന്നില്ല എന്നിട്ടും ഇത് കണ്ട് ഇവൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അവൻ പേടിച്ച ആ നിമിഷത്തില് പോപ്പോയുടെ രണ്ട് കൈയും പൊന്തിക്കുകയാണ്. ഇവന്റെ മുട്ടത്തലക്കിട്ട് ഒരൊറ്റ അടിയാണ്. പൊട്ടി അങ്ങോട്ട് പോയി, മുട്ട പൊട്ടുന്നത് പോലെ. എന്തായാലും ഇതേ നേരത്തെ മുടി നീട്ടിയ ആ പയ്യൻ, അവന്റെ കയ്യിൽ ഗണ്ണുണ്ടല്ലോ, അവൻ ആ ഒരു ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അവന്റെ കയ്യിൽ ഒറ്റപ്പെടുത്താണ് പോപ്പോയി. അവന്റെ കയ്യിൽ ഗണ്ണ് താഴെ വീഴുന്നുണ്ട്. എങ്ങനെയൊക്കെയോ പോപ്പോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവനുണ്ടല്ലോ ജീവൻ മതിയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടുകയാണ്. എന്നാൽ ജോയ് ഇപ്പോഴും രണ്ട് കൈയും വെച്ച് വാടാ വാടാ എന്നോട് മുട്ടാൻ വാടാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നാൽ പോപ്പോയി അടുത്തേക്ക് വന്നപ്പോൾ ഇവന് പേടിയാവണം. തിരിഞ്ഞൊരൊറ്റ ഓട്ടമാണ്. അവിടെ വീണ് കിടക്കുന്ന നമ്മുടെ ക്യാദിയെ വരെ അവൻ നോക്കുന്നില്ല. എന്നാൽ ക്യാദിയുടെ തൊട്ടടുത്തിന് പോപ്പോയുണ്ട്. ഏകദേശം പോപ്പോയുടെ മുന്നിൽ പെട്ട അവസ്ഥ തന്നെയാണ്. എന്നാൽ ഈ ക്യാദി അവളുടെ ഭാഗ്യത്തിന് പോപ്പോയ്ക്ക് ഇപ്പൊ വേണ്ടത് ഇവിടുന്ന് പോടിപ്പോയ ആ രണ്ടുപേരെയാണ്. സോ അവരെ ഫോളോ ചെയ്ത് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോകണം. ഇപ്പോൾ ഇതേ നേരത്തെ തന്നെ ക്യാദിയുടെ ആ ഒരു കരച്ചിലായിട്ട് ഇങ്ങോട്ടേക്ക് അവർ നാലുപേരും, ഡെക്സ്റ്ററും ഒലീവിയും അതുപോലെ തന്നെ സെത്തും നമ്മുടെ ലിസയും വന്നിട്ടുണ്ട്. ഇവർ വന്ന് നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറൊക്കെ ആകെ തല്ലി പൊളിച്ച അവസ്ഥയിലാണ് കാണുന്നത്. അപ്പൊ അവരൊന്ന് പേടിച്ചു പോയി. ക്യാദിയാണെങ്കിൽ ഇവിടെ കാണാനുമില്ല. അപ്പൊ ക്യാദിയെ തേടി ഇവർ നാല് ഭാഗത്തേക്കും പോവുകയാണ്. ഇതേ നേരത്ത് തന്നെ ആ ജോയുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, മുടി നീട്ടി വളർത്തിയ പയ്യൻ, അവൻ പേടിച്ച് നിലവിളിച്ച് പുറത്തേക്കാണ് ഇറങ്ങി ഓടുന്നത്. ഓടുന്ന ഓട്ടത്തിൽ ആ ഒരു ഡോറെല്ലാം അടച്ചിട്ടാ പോകുന്നത്. ഓടിച്ചെന്ന് കാറിൽ കയറിയിട്ട് കാറെല്ലാം സ്റ്റാർട്ടാക്കി കാർ റിവേഴ്സ് എടുത്ത് ഒറ്റ പോക്ക് പോകാൻ നോക്കുമ്പോൾ കാർ അനങ്ങുന്നില്ല. കാരണം എന്താണ്, പോപ്പോയി പിന്നിൽ നിന്ന് കാർ പിടിച്ച് പൊന്തിച്ചിരിക്കുക. ഇത് കണ്ട ഇവൻ വീണ്ടും കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അവന്റെ പിന്നാലെ പോയി അവനെ പിടിച്ച് അവനെ കൊന്നുകളയാണ് പോപ്പോയി. ഇപ്പൊ ഫാക്ടറിയുടെ ഉൾഭാഗത്ത് കാണിക്കുകയാണ്. ഇപ്പൊ ജോയി ഉണ്ടല്ലോ, അവനിപ്പോ ആ ഒരു ഗണ്ണ് നേരത്തെ വീണ് പോയില്ലേ, അത് പാപ്പോയി ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഗണ്ണ് എടുക്കാനായിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ആ ഒരു ഗണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാപ്പോയി ഇല്ല, അതുപോലെ തന്നെ കേതി ഉണ്ടായിരുന്നില്ല. ഇവനിപ്പോ ആ ഒരു ഗണ്ണ് എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ലിസയും സെത്തും വന്നിട്ടുണ്ട്. ഇവര് രണ്ടുപേരും വന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താ, ഈ ജോയിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മുട്ട ഉണ്ടല്ലോ, അവന്റെ തലയെല്ലാം അടിച്ചു പൊളിച്ച് അവനങ്ങനെ നിലത്ത് കിടക്കുകയാണ്. അവന്റെ കാര്യം അപ്പൊ തന്നെ തീർന്നിട്ടുണ്ടാവും. എന്തായാലും ഇനി എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ ലിസയും സെത്തും ആകെ പേടിച്ച് ഫാക്ടറിയുടെ ഏതൊക്കെയോ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ഗണ്ണ് കയ്യിൽ കെട്ടിയ ജോയിയെ കാണിക്കുകയാണ്. അവനാകെ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ പോപ്പോയി ഏത് ഭാഗത്തുനിന്നാ വരിക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഓരോ സ്ഥലത്ത് അവനങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ആ നേരത്ത് അതിലൂടെ ആരും ഓടിപ്പോകുന്ന ശബ്ദം കേട്ട് അവൻ വേഗം അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യണം. എന്നാൽ വെടിവെച്ചതിന് ശേഷമാണ് അവൻ അറിയുന്നത് വെടി കൊണ്ടത് മറ്റാർക്കുമല്ല, അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ക്യാദിക്കാണ്. അപ്പൊ അവൾ വെടി കൊണ്ട് നിലത്ത് വീണിട്ടുണ്ട്. എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അവളോട് വന്നിപ്പോ ഈ ജോയി സോറി എല്ലാം പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അതേ നേരത്തെ തന്നെയാണ് അങ്ങോട്ടേക്ക് ശരിക്കുള്ള പോപ്പോയെ വരുന്നത്. പോപ്പോയെ കണ്ട സമയത്ത് ഇവൻ എഴുന്നേറ്റ് ഓടുകയാണ്. തൊട്ടടുത്തുള്ള ഗേൾഫ്രണ്ട് അവളെപ്പോലും നോക്കാതെ സെൽഫിഷ് ആയിട്ട് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. എന്നാൽ വെടിയേറ്റ് നിലത്ത് വീണ് കിടക്കുന്ന ക്യാദിയുടെ അടുത്തേക്ക് പോപ്പോയി എത്തി. അവളെ നോക്കിയ ഒരു നോട്ടാണ്. ആ നോട്ടത്തില് അവളുടെ ഫീസ് പോയി. പിന്നീട് കേൾക്കുന്നത് ക്യാദിയുടെ ഉറക്കനെയുള്ള ഒരു കരച്ചിലാണ്. അത് ലിസയും അതുപോലെ തന്നെ നമ്മുടെ ഡെക്സ്റ്ററും കേൾക്കുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇനി ഇവിടുന്ന് പുറത്തു പോകണം, പോലീസിനെയും വിളിച്ച് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം. സോ ഇവർ രണ്ടുപേരും നേരെ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് ഉള്ളിൽ നിന്ന് തുറക്കാൻ നോക്കുമ്പോൾ തുറക്കുന്നില്ല. കാരണം നേരത്തെ പോയ ആ ഒരു മുടി നീട്ടിയവനുണ്ടല്ലോ, അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാ പോയത്. അവന് മാത്രം രക്ഷപ്പെടാൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡെക്സ്റ്റർക്കും ഒലീവിയയ്ക്കും പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ ലിസയും നമ്മുടെ സെത്തിനെയും കാണിക്കുകയാണ്. രണ്ടുപേർക്കും മനസ്സിലാവില്ല ഏതിലൂടെ പോകണമെന്ന്. അങ്ങനെ ഇവര് നോക്കുമ്പോൾ റൂഫിന്റെ മുകളിലായിട്ട് ചെറിയൊരു ഹോള് കാണുന്നുണ്ട്. അതുവഴി പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വലിഞ്ഞ് കയറുകയാണ്. ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് കിടക്കാൻ നിൽക്കുമ്പോൾ അവൻ ചവിട്ടി നിൽക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, അതിൽ ചവിട്ടി കാല് തന്നെ താഴേക്ക് വീഴുകയാണ് കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നിലത്ത് ചെന്ന് അടിക്കുന്നില്ല. കാരണം അവന്റെ കാലിപ്പോ ഒരു വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. വേഗം തന്നെ ലിസ താഴേക്ക് ചെന്ന് അവനെ രക്ഷിക്കാൻ നോക്കുകയാണ്. ഈ സമയത്താണ് ചെറുക്കന്റെ മറ്റേ സ്വഭാവം കോഴിത്തരം പുറത്തേക്ക് എടുക്കുന്നത്. അവൻ പറയണ എടി തലകീഴായി നിന്ന് നോക്കുമ്പോൾ നിന്നെ കാണാൻ എന്ത് രസമാണെന്നറിയോ, ഇപ്പൊ ഒരു കിസ് തരുമോ, ഭയങ്കര രസമായിരിക്കും. ഇത് കേട്ട സമയത്ത് ലിസയ്ക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളൊരു കിസ് കൊടുക്കുകയാണ്. അതിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അവൻ കാലിട്ട് ഇളക്കുകയാണ്. എന്നാൽ ഈ വലയുണ്ടല്ലോ, ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല വണ്ണമുള്ള നല്ല കമ്പികൾ ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം ഇളകി നേരെ താഴേക്ക് വരികയാണ്. താഴേക്ക് വന്നത് മാത്രമല്ല, ഈ 4-5 കമ്പികൾ നേരെ വന്ന് കയറുന്നത് ഇപ്പോ ഈ ഒരു സെത്തിന്റെ നെഞ്ചിലേക്കാണ്. സ്പോട്ടിൽ ഔട്ട് എന്ന് പറയാലോ, നെഞ്ച് ആകെ കുത്തി കയറി പോവാണ്. അതുപോലെ ആ രക്തമാണെങ്കിൽ ഇപ്പൊ ലിസയുടെ മുഖത്തുമായിട്ടുണ്ട്. അവൾ അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. എന്തിപ്പോ ഇവിടെ സംഭവിച്ചത്? കുറച്ചേരം അങ്ങനെ നിന്നിട്ട് അലറി വിളിച്ചുകൊണ്ട് അവള് നേരെ മുകളിലേക്ക് തന്നെ പോവാണ്. അതായത് നേരത്തെ ഇവർ രണ്ടുപേരും കയറി രക്ഷപ്പെടാൻ നോക്കിയില്ലേ, അതേ സ്ഥലത്ത് തന്നെ. ഇപ്പൊ ആ ഒരു ഹോളിലേക്ക് ഇറങ്ങാനായിട്ട് ആ ഒരു കമ്പിയുടെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന അതേ നേരത്തെ തന്നെ പോപ്പോയി മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പൊ പോപ്പോയെ കണ്ട് പേടിച്ച് ലിസയുടെ കാലിടുകയാണ്. അവളും അവിടെ നിന്ന് നേരെ താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വന്ന് വീണൂന്നല്ല, നേരത്തെ സെത്ത് മരിച്ചു കിടക്കുന്നില്ലേ, ദേഹത്ത് കമ്പിയെല്ലാം കയറിയിട്ട് ആ കമ്പിയുടെ മുകളിൽ വന്നിട്ടാണ് ഇപ്പൊ ലിസ വന്ന് വീണ് കിടക്കുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഒരാവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ഇമാതിരി ഒരു സിറ്റുവേഷന്റെ ഇടയിൽ റൊമാൻസ് കാണിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. എന്തായാലും പോപ്പോയി ഇതിനുശേഷം നേരെ പോകുന്നത് ഡെക്സ്റ്റർ അതുപോലെ തന്നെ ഒലീവിയ, ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്കാ. ഇപ്പൊ പോപ്പോയെ കണ്ട പാട് കഴിഞ്ഞാൽ ഡെക്സ്റ്റർ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാണ്. എന്നാൽ എന്തോ ഒന്ന് കണ്ട് നമ്മുടെ ഒലീവിയ സ്റ്റെക്കായി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേ നേരം ഡെക്സ്റ്റർ അവളെ വിളിക്കുന്നുണ്ട്. എന്താ നീ അവിടെ നിന്നേന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒലിവിയ ഒന്നും പറയുന്നില്ല. ഇവർ രണ്ടുപേരും രക്ഷപ്പെടാനായിട്ട് മറ്റൊരു മുറിയിൽ കയറി അതിന്റെ കഥ കിടക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അതൊരു സ്റ്റോറേജ് റൂം ആയിരുന്നു. എന്നാൽ മുകളിൽ എന്തോ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും നേരെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഒരുപാട് സ്പിനാച്ചിന്റെ ക്യാനുകളുണ്ട്. അതായത് ഈ ചീരയുണ്ടല്ലോ, ചീരയുടെ ക്യാനുകൾ തന്നെ. അതായത്
ക്യാൻ ഫുഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പണ്ട് ഈ കമ്പനിയിൽ ഉണ്ടാക്കിയതാണ്. ആ സാധനം ഇവിടെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. കുറെ എണ്ണം അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, കുറെയൊക്കെ കഴിച്ചിട്ടുണ്ട്. ആ കോലത്തിലാണ്. അതുപോലെ തന്നെ ആ ടേബിളിൽ ഒരാളുടെ ഫോട്ടോ കൂടെ കാണാനുണ്ട് കേട്ടോ. ആ ഫോട്ടോയുടെ അപ്പുറത്തായിട്ട് മറ്റൊരെണ്ണം കൂടെ ഉണ്ട്. ഒരു ലേഡിയും ആ ലേഡിയുടെ കയ്യിൽ ഒരു കുഞ്ഞും. പിന്നീട് ആ ഒരു ടേബിളിൽ വെച്ച് ചില ലെറ്റേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ കട്ടിങ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ ഫാക്ടറിയിൽ പല രഹസ്യങ്ങളും 20 വർഷങ്ങൾക്ക് മുന്നേ മൂടി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഡെക്സ്റ്ററിനും അതുപോലെ തന്നെ ഒലീവിയയ്ക്കും മനസ്സിലാവുന്നത്. അതായത് നേരത്തെ ഈ ഒരു ടേബിളിൽ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ഫോട്ടോ കണ്ടില്ലേ, ആ അമ്മ, ആ ഒരു ലേഡി ഈ ഫാക്ടറിയിലാണ് ജോലി ചെയ്തത്. ഇവിടെ നടന്ന പല പ്രശ്നങ്ങളും കണ്ടാമിനേഷനും ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതിന്റെ റിപ്പോർട്ടുകളൊക്കെ അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവർക്ക് കിട്ടുകയാണ്. മാത്രമല്ല ആ കാര്യങ്ങൾ ഈ സ്ത്രീ പുറത്ത് കൊണ്ടുവരാൻ നോക്കിയതിന്റെ പേരിൽ ഈ ഫാക്ടറിയിൽ വെച്ച് ഇവരെ കാണാതായിട്ടുണ്ടായിരുന്നു. അതും ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ നോക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലായി, പഴയൊരു വാർത്തയായിരുന്നു അത്. ഇപ്പോഴാണ് ഡെക്സ്റ്ററും ഒലീവിയും മറ്റൊരു സത്യം മനസ്സിലാക്കുന്നത്. അതായത് ഈ മരിച്ചുപോയ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ഹസ്ബൻഡ്, അവരെ തേടി ഈ ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നും ആ സ്ത്രീയെ തേടിക്കൊണ്ട് ഈ ഫാക്ടറിയിൽ അയാൾ നടക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ഇവിടെ ശരിക്കും നടക്കുന്നത്? അന്ന് തന്റെ ഭാര്യ ഈ ഫാക്ടറിയിൽ വെച്ച് കാണാതായിട്ട് അവളെ തേടി വന്ന അവളുടെ ഹസ്ബൻഡ്, ആ ഹസ്ബൻഡാണ് ഇപ്പോ പോപ്പോയി ആയി മാറിയിരിക്കുന്നത്. നാട്ടുകാരെല്ലാം ഭൂതം പ്രേതം എന്ന് വിളിക്കുന്ന ആ സെയിലർമാൻ അതൊരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ എങ്ങനെയാണ് ആ മനുഷ്യൻ ഈ രീതിയിൽ മാറിപ്പോയത്? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇത്രയും ശക്തി കിട്ടിയത്? അതിനൊരു കാരണമേ ഉള്ളൂ. അത് അവർക്ക് അവിടെയുള്ള ടിന്നുകൾ നോക്കിയപ്പോൾ മനസ്സിലായി. കാരണം 20 വർഷം ഈ കമ്പനി അടച്ചു പൂട്ടിയ സമയത്ത് ഇവിടെ ഒരുപാട് ടിന്നുകളും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. തന്റെ ഭാര്യയെ തേടി ഈ മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വന്ന് അവസാനം ഇവിടെ പെട്ടുപോയി. അയാൾ പിന്നീട് കഴിച്ചത് ഈ ടിന്നുകളിലെ ആ ഒരു കണ്ടാമിനേഷൻ ആയ ചീരകളായിരുന്നു. അതിങ്ങനെ കഴിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അത് ചില മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. ശരിക്കും ഒരു മ്യൂട്ടേഷൻ തന്നെ വരുത്താൻ തുടങ്ങി. മ്യൂട്ടേഷൻ എന്നാൽ ഒരു മെഡിക്കൽ ടേം ആണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയാം. അതായത് പോപ്പോയ്ക്ക് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതും ഇതുപോലൊരു മ്യൂട്ടേഷൻ ആണ്. ഇതേ നേരത്തെ തന്നെ പോപ്പോയി ആ ഒരു റൂമിലേക്ക് വരുന്ന ശബ്ദം ഇവർ കേൾക്കുകയാണ്. രണ്ടുപേരും വേഗം പോയിട്ട് വിളിച്ചിരിക്കുക. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന പോപ്പോയി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു പുക ശ്വസിച്ച് ഡെക്സ്റ്ററിന് തുമ്മാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ അവൻ അത് അടക്കി പിടിക്കുകയാണ്. എന്നാൽ ഒരു ഇച്ചിരി ശബ്ദം വന്നു. എന്നാൽ ഇതൊന്നും പോപ്പോയി ശ്രദ്ധിക്കുന്നില്ല. അങ്ങോട്ടേക്ക് വന്നു, ആ ഒരു സിഗരറ്റ് വലിച്ചു. പിന്നീട് ചീരയുടെ ഒരു ടിന്നെടുത്ത് അത് മുഴുവനായിട്ടും തിന്ന് അത് പിന്നീട് വലിച്ചെറിഞ്ഞ് പോപ്പോയി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോപ്പോയി പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു ടിന്നിൽ ഇവർ നോക്കുന്നുണ്ട്. ഫുൾ കണ്ടാമിനേഷൻ ആണ് അതിന്റെ ഉള്ളിൽ മുഴുവനും. 10-20 വർഷമായിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് പോപ്പോയി ഇത് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു മോൺസ്റ്റർ ആയി മാറിയത്. അയാളുടെ ഫോട്ടോയാണ് നേരത്തെ ആ ഒരു ടേബിൾ ഇവർ കണ്ടത്. ഒരു സാധാരണ മനുഷ്യനായിരുന്നു. എന്തായാലും ഇവിടെ ഇവർ കണ്ട ഓരോ കാര്യവും ഡെക്സ്റ്റർ അവന്റെ ആ ഒരു ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. അതായത് ശരിക്കും എന്താണ് ഈ ഫാക്ടറിയിൽ നടന്നത്, അന്ന് ഇത് പുറത്ത് കൊണ്ടുവരാൻ വന്ന ആ സ്ത്രീക്ക് എന്താ സംഭവിച്ചത്, ആ സ്ത്രീയെ തേടി ഇങ്ങോട്ടേക്ക് വന്ന അവരുടെ ഹസ്ബൻഡാണ് ശരിക്കും നാട്ടുകാരെല്ലാവരും വിളിക്കുന്ന ആ ഒരു ഭൂതം, ആ ഒരു സെയിലർമാൻ ആയി മാറിയത്. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ കാരണക്കാർ ശരിക്കും ആ ഒരു കമ്പനിക്കാർ തന്നെയാണ്, ഫാക്ടറി ഉടമകളാണ്. അതുപോലെ തന്നെ ഡെക്സ്റ്റർ ഇപ്പോൾ ഒലിവിയോട് പറയാണ്, എന്തായാലും ഈ ഒരു കാര്യം ഞാൻ പുറം ലോകത്തിനോട് അറിയിച്ചിരിക്കും. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം. സോ പുറത്ത് കിടക്കാനുള്ള വഴി നോക്കി ഇവരങ്ങനെ നടക്കുകയാണ്. ഇതേ നേരത്തെ തന്നെ കയ്യിൽ ഗണ്ണ് കിട്ടിയല്ലോ. ജോയ് ഇപ്പോൾ അതിലൂടെ അങ്ങനെ നോക്കി നടക്കണം, പോപ്പോയെ കിട്ടിയ വെടിവെക്കാനായിട്ട്. ഇതേ നേരം ഒലിവിയും ഡെക്സ്റ്ററും കൂടെ പുറത്തേക്ക് കടക്കാനുള്ള ആ ഒരു വഴി ഏകദേശം കണ്ടുപിടിച്ചു കേട്ടോ. അവരങ്ങോട്ടേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ സ്ഥലത്ത് പോപ്പോയി വന്ന് നിൽക്കുന്നുണ്ട്. പോപ്പോയ്ക്ക് അറിയാത്ത വഴി ഈ ഫാക്ടറിയിൽ ഇല്ല. വന്ന വേർഡ് തന്നെ ഇപ്പൊ ഡെക്സ്റ്ററിന്റെ കയ്യിലേക്ക് ഒരു പിടുത്താണ്, എന്നിട്ട് ഒരു പൊക്കലാണ്. ശരിക്കും ഒരു മിഷീന്റെ ഇടയിൽ കുടുങ്ങിയതുപോലെ ആയി പോവാണ് കേട്ടോ. കാരണം പോപ്പോയുടെ കൈ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ശക്തിയാണ്. ഇപ്പൊ നമ്മുടെ ഡെക്സ്റ്ററിന്റെ കൈ ഇപ്പൊ പൊട്ടി ചതഞ്ഞു പോകും എന്ന അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒലിവിയ പറയാണ്, ദയവ് ചെയ്ത് ഒന്നും ചെയ്യല്ലേ, ഒന്ന് വിടുമെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപാട് തന്നെ പോപ്പോയി ആ ഒരു പിടുത്തം വിടുകയാണ്. ഇപ്പൊ രണ്ടുപേരും തൊട്ടപ്പുറത്തെ റൂമിൽ കയറിയിട്ട് വേഗം കഥ കിടക്കുന്നുണ്ട്. ഡെക്സ്റ്ററിന്റെ കൈന്നാണെങ്കിൽ കൈയെല്ലാം പൊട്ടിയിട്ട് ചെറുതായിട്ട് ചോരയെല്ലാം വരുന്നുണ്ട്. ആ സമയത്ത് ഒലിവിയ പറയണം, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, പുറത്തു പോകണം. എന്നാൽ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവനിക്ക്, അതായത് ഡെക്സ്റ്ററിന് പേടിയായിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയാൽ നീ കണ്ടില്ല, അവൻ എന്തായാലും നമ്മളെ കൊല്ലുന്നു പറയണം. അപ്പോൾ ഒലിവിയ പറയാണ്, ഇല്ല, അവൻ എന്തായാലും നമ്മളെ കൊല്ലില്ല. ഇപ്പൊ പോയിട്ടില്ലെങ്കിൽ ചോര വാർന്ന് നീ മരണപ്പെടും. എന്തായാലും ഞാൻ വിടാൻ പറഞ്ഞപ്പോൾ അയാൾ വിട്ടത് കണ്ടില്ലേ, ചിലപ്പോൾ അയാൾ നമ്മളെ ഉപദ്രവിക്കില്ലായിരിക്കും, നമുക്ക് പോയാലോ എന്ന് പറയണം. ഇത് കേട്ട സമയത്ത് ഡെക്സ്റ്ററിനും ചില സംശയങ്ങൾ തോന്നുകയാണ്. സത്യം പറ ഒലിവിയ, ഇവിടെ എന്തേ നടക്കുന്നത്? നീ പറഞ്ഞതുകൊണ്ട് എന്തിനാണ് പോപ്പോയി എന്റെ കയ്യിൽ നിന്നും പിടുത്തം വിട്ടത്? അതുപോലെ തന്നെ ആ ടേബിളിൽ കണ്ട ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെ നിന്നെ കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ. ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത്? നിനക്കറിയാമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിന്നോട് പറ എന്ന് ഒലിവിയ പറയുന്നത്. ഡെക്സ്റ്റർ, ഇപ്പൊ നമ്മൾ അതൊന്നും നോക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കാം. അങ്ങനെ ഇപ്പൊ അവനെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഒലിവിയ ആ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ പേടിച്ചതുപോലെ തന്നെ അവരുടെ മുന്നിലേക്ക് ആ രാക്ഷസൻ മോൺസ്റ്റർ വന്ന് നിൽക്കുകയാണ് കേട്ടോ. കണ്ടപാടനെ ഡെക്സ്റ്റർ പേടിച്ച് പിന്നിലേക്ക് പോവുകയാണ്. എന്നാൽ ഒട്ടും ഭയക്കാതെ തന്നെ ഒലിവിയ നേരെ പോപ്പോയുടെ മുന്നിലേക്ക് പോവാണ്. എന്നിട്ട് ഇപ്പൊ പോപ്പോയെ നോക്കിയിട്ട് അവള് പറയാണ്, അച്ഛാ എന്നെ മനസ്സിലായില്ലേ? എന്റെ മുഖത്തേക്ക് നോക്ക്, ഞാൻ ആരാണെന്ന് അച്ഛന് മനസ്സിലായോ? കുറച്ചു നേരം പോപ്പോയി അവളെ തന്നെ നോക്കുകയാണ്. പിന്നീട് ആ ഒരു രാക്ഷസൻ ആ പെണ്ണിനെ, അതായത് ഒലിവിയയുടെ മുഖത്ത് നോക്കി വിളിക്കുകയാണ്, മോളെ മോളെ നീയാണോ ഇത്? സോ ഇവിടെ വെച്ചാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് 20 വർഷങ്ങൾക്ക് മുന്നേ ഈ ഫാക്ടറിയിലെ തൊഴിലാളിയായ ഒരു പെൺകുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞില്ലേ, അവളുടെ ഹസ്ബൻഡാണ് ശരിക്കും ഈ പോപ്പോയി. ഈ പോപ്പോയി അന്ന് തന്റെ ഭാര്യയെ തേടി ഇങ്ങോട്ടേക്ക് വന്നതാണ്, പിന്നീട് ഇവിടെ പെട്ടുപോയി. അതുപോലെ തന്നെ അന്ന് അവർക്കുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞാണ് ഒലീവിയ. ഒലീവിയ വളരുന്ന സമയത്ത് അവൾ വിചാരിച്ചിരുന്നത്
അവളുടെ അച്ഛനും അമ്മയും എല്ലാം മരിച്ചു പോയെന്നാണ്. എന്നാൽ യാദൃശികമായിട്ട് ഇവിടെ എത്തിയ സമയത്താണ് ചില കാര്യങ്ങൾ ഒലിവിയയ്ക്ക് മനസ്സിലായത്. എന്താണ് 20 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചത്, അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് പറ്റി, എല്ലാം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പോപ്പോയ് അച്ഛനാണെന്ന് അവൾക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ പോപ്പോയ് എന്ന ഈ ഒരു മോൺസ്റ്റർ, ആ മോൺസ്റ്ററിന് മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി അത് അയാളുടെ തന്നെ മകളാണെന്ന്. ഭയങ്കരമായി അഗ്രസീവായി നിൽക്കുന്ന ഈ പോപ്പോയ് ഇപ്പോൾ വളരെയധികം ശാന്തനാവുകയാണ്. മാത്രമല്ല മകളുടെ നേരെ ഇയാൾ കൈ നീട്ടുകയാണ്, വാ മോളെ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പെട്ടെന്നാണ് പോപ്പോയുടെ നെഞ്ചിലേക്ക് 2 ബുള്ളറ്റ് വന്ന് കയറുന്നത്. മറ്റാരുമല്ല ഷൂട്ട് ചെയ്തത്, ജോയ് തന്നെയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് വന്നിട്ട് വീണ്ടും പോപ്പോയെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒലിവിയ അതിനെ തടുക്കുകയാണ്. ഈ മനുഷ്യനെ ഉപദ്രവിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന ജോയ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ടിന്നുണ്ടല്ലോ, ചീര കഴിച്ചിട്ട് ആ ഒരു വേസ്റ്റ് ടിന്ന്, അതിന്റെ ആ ഒരു ക്യാപ്പിന്റെ ഭാഗം നല്ല ഷാർപ്പാണ്. അത് എടുത്തുകൊണ്ട് നേരെ ഇപ്പോൾ ഒലിവിയുടെ കഴുത്തിൽ വെക്കുകയാണ്. ഞാൻ കേട്ടു നീ അയാളോട് സംസാരിക്കുന്നത്, അച്ഛനും മോള് കാണല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ നാട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ച് നാട്ടുകാരെ മുഴുവൻ കൊന്നു തീർക്കാനാണോ പദ്ധതി? ഇത് മുഴുവൻ ഞാൻ പുറം ലോകത്തെ അറിയിക്കും. ആദ്യം ഇപ്പൊ ഞാൻ നിന്നെ തീർക്കും, എന്നിട്ട് നിന്റെ അച്ഛനെ ഞാൻ തീർക്കുന്ന പറയണം. എന്നാൽ അപ്പോഴേക്കും ഇത് കണ്ട് ദേഷ്യം വന്ന പോപ്പോയ് വെടിയേറ്റ് കെടുക്കുകയാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ഇവന്റെ കൈ ഒരു തിരിയാണ്, കൈ അങ്ങോട്ട് പറിച്ചെടുക്കുന്നുണ്ട്. 4 കുത്താണ്. അതിൽ തന്നെ ജോയിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. ഈ നേരത്ത് ഒലിവിയയും കൂട്ടിക്കൊണ്ട് ഡെക്സ്റ്റർ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ നേരത്ത് ഒലിവിയ പറയുന്നുണ്ട്, അച്ഛാ ഒന്നും ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ഒരു രാക്ഷസനെ പോലെ ആവില്ലേ, ദയവ് ചെയ്ത് ഇനി മുതൽ ആ ഒരു ചീര നിങ്ങൾ കഴിക്കരുത്. ആ ചീര കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ മാറിയത്, ദയവ് ചെയ്ത് എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് അമ്മയെ തേടി കണ്ടുപിടിക്കാന്ന് പറയാണ്. എന്നാൽ പോപ്പോയ് ഇപ്പോൾ ഒലിവിയെ നോക്കിയിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി പറയാണ്. ഡെക്സ്റ്ററും അതുപോലെ തന്നെ ഒലിവിയെ ഇവിടുന്ന് വലിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഇതേ നേരം ഒലിവിയെ ഈ പോപ്പോയെ നോക്കിയിട്ട് പറയണം, ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ തേടി വരുന്നു പറയണം. എന്തായാലും അവരിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ നേരത്ത് തന്നെ തന്റെ മകളെ അടിക്കാൻ കൊല്ലാൻ നോക്കിയ ആ ഒരു കൈ തന്നെ പോപ്പോയ് പറിച്ചെടുത്തല്ലോ, അത് വെച്ച് ജോയെ തല്ലി കൊല്ലുന്നുണ്ട്. അതുപോലെ ഡെക്സ്റ്റർ, നമ്മുടെ ഒലിവിയ, ഇവർ രണ്ടുപേരും പിന്നീട് ആ ഒരു ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 പേരടങ്ങുന്ന ടീമുമായിട്ട് ഉള്ളിലേക്ക് പോയതാ. ഇപ്പൊ ഇവർ രണ്ടുപേരും മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ പെട്ടെന്നാണ് ഇവരുടെ അടുത്തേക്ക് ക്യാദി വരുന്നത്. അവളുടെ ദേഹത്തുനിന്നും ചോരങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഒലിവിയും ഡെക്സ്റ്ററും ചോദിക്കണം, അല്ല നീ മരണപ്പെട്ടിട്ടില്ലേ, നിന്നെ ആ ഒരു മോൺസ്റ്റർ കൊന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോ ഈ ഒരു ക്യാദി പറയണം, ഇല്ല അയാൾ എന്റെ അടുത്തേക്ക് വന്നു, പക്ഷേ എന്നെ ഒന്നും ചെയ്യാതെ പോയി. ദാ എന്റെ ദേഹത്ത് ഈ ഒരു മുറിവ് തന്നെ ജോയ് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ നിലത്ത് വീണ് കിടക്കുമ്പോൾ അവൻ എന്നെ തിരിഞ്ഞു നോക്കാതെ പോയതാണ്. എന്തായാലും ആ ഒരു മോൺസ്റ്റർ എന്റെ അടുത്ത് വരെ വന്നിട്ടും എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അതായത് ഇവിടെ വെച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, സാധാരണ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ പോപ്പോയ് ഒന്നും ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവരുടെ ഗ്രൂപ്പിനെ തന്നെ നോക്ക്, അതായത് ലിസ പിന്നെ സെത്ത്, ഇവർ രണ്ടുപേരെയും പോപ്പോയ് അല്ല കൊന്നത്, ഇവർ രണ്ടുപേരും അപകടത്തിലാണ് മരിച്ചത്. പിന്നെ ബാക്കിയുള്ളവർ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് പോപ്പോയ് അവരെ കൊന്നത്. മാത്രമല്ല ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നാൽ അവരെയും പോപ്പോയ് കൊന്നുകളയും. എന്തായാലും 20 വർഷം മുന്നേ ഈ ഫാക്ടറിയിൽ വെച്ച് കാണാതായ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പോപ്പോയ് ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ പോലീസും ആംബുലൻസും എല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് ഇവർ 3 പേരും, അതായത് ഡെക്സ്റ്ററും ഒലിവിയും ക്യാദിയും കൂടെ ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. പോവാൻ നേരത്ത് അവസാനമായിട്ട് ഒലിവിയ ആ ഫാക്ടറിയുടെ ആ ജനലിന്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. ആ നേരത്ത് ഒരു നേരിയ രൂപത്തിൽ പോപ്പോയെ ഒലിവിയ കാണുന്നുണ്ട്. ഇപ്പൊ അവള് മനസ്സിൽ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഒരു ദിവസം ഞാൻ നിങ്ങളെ തേടി എന്തായാലും വരും. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.